ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ, എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും വേഹം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഹായ് കൂട്ടുകാരി, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എങ്കിൽ ഞാൻ ഇന്നിവിടെ ഒരു കഥ പറയാം. ഞാൻ പറയാൻ പോന്ന കഥയുടെ പേരാണ് അഭിമാനിക്കുന്നത് എന്തിനെ ചൊല്ലി. കാട്ടിലെ മൃഗങ്ങളെ വെച്ച് താനൊരു സുന്ദരനെന്നായിരുന്നു കലമാന്റെ വിചാരം. അതവനെ അഹങ്കാരിയാക്കി മാറ്റി. ഒരു തെളിഞ്ഞ പകലിൽ മാൻ വെള്ളം കുടിക്കാനായി തടാകത്തിന്റെ അടുത്തെത്തി. ഹായ്, എത്ര തെളിഞ്ഞ ആകാശം! തടാകത്തിന്റെ അടിത്തട്ട് വരെ കാണാം. മാൻ വെള്ളം കുടിക്കാനായി തടാകത്തിലേക്ക് മുഖം അടുപ്പിച്ചപ്പോൾ തന്റെ പൂർണ്ണമായ രൂപം തടാകത്തിൽ പ്രതിബിംബിച്ചു കണ്ടു. ഹായ്, എത്ര മനോഹരമായിരിക്കുന്നു! ഒട്ടേറെ കവരങ്ങളോട് കൂടിയ എന്റെ കൊമ്പുകളാണ്, എന്റെ ഭംഗി. അതേസമയം തന്റെ കാലുകൾ മാനിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എത്ര ശോഷിച്ച കാലുകൾ! രാജാവിനു ചേരാത്ത സിംഹാസനം പോലെ. ഇങ്ങനെ ചിന്തയിൽ മുഴങ്ങി നിന്ന മാൻ തന്റെ അടുത്തു വന്ന അപകടം മനസ്സിലാക്കിയിരുന്നില്ല. ഒരു സിംഹം ഉറച്ച കാൽവെപ്പുകളോട് മാനിനെ സമീപിക്കുന്നുണ്ടായിരുന്നു. മാൻ അടുത്ത കാൽ വെച്ചത് ഒരു കരിയിലയുടെ പുറത്തായിരുന്നു. അതിന്റെ കരകര ശബ്ദം മാനിനെ ചിന്തയിൽ നിന്നും ഉണർത്തി. മാൻ തിരിഞ്ഞു നോക്കി. സിംഹം തൊട്ടു പിറകിൽ. മാൻ കുതിച്ചു പാഞ്ഞു. ശോഷിച്ചതെങ്കിലും തന്റെ ശക്തമായ കാലുകൾ മാനിനെ സിംഹത്തിൽ നിന്നും ദൂരെ എത്തിച്ചു. പക്ഷേ ആൽമരത്തിൽ നിന്നും വള്ളിക്കെട്ടു പോലെ തൂങ്ങിക്കിടന്ന വേരുകൾ മാനിന്റെ സൗന്ദര്യമുള്ള കൊമ്പുകളിൽ പെട്ടെന്നുടക്കി. മാൻ ഒത്തിരി ശ്രമിച്ചിട്ടും കൊമ്പുകൾ വേർപെടുത്താൻ കഴിഞ്ഞില്ല. കൂടുതൽ കൂടുതൽ ശ്രമിക്കും തോറും കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും മാൻ സിംഹത്തിന്റെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു. അപ്പോൾ മാൻ സങ്കടത്തോടെ ഓർത്തു, ശോഷിച്ചതെന്ന് പറഞ്ഞ എന്റെ കാലുകൾ എന്നെ ശത്രുവിൽ നിന്നും ദൂരെ എത്തിച്ചു. എന്നാൽ ശക്തവും മനോഹരവും എന്നു ഞാൻ ചിന്തിച്ച എന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്ന എന്റെ കൊമ്പുകൾ എന്നെ അപകടത്തിലാക്കുകയും ചെയ്തു. പ്രിയ കൂട്ടുകാരി, എന്തിലാണ് നമ്മുടെ അഭിമാനം? ഈ ലോകത്തിലെ താൽക്കാലിക സുഖസൗകര്യങ്ങൾ, സമ്പത്തുകൾ, സ്ഥാനമാനങ്ങൾ, ഇവയിൽ ഏതെങ്കിലുമാണോ നമ്മുടെ അഭിമാനം? എങ്കിൽ ഒന്നോർക്കുക, വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് ഇവയൊന്നും നമ്മെ രക്ഷിക്കയില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ ഇപ്രകാരം പറയുന്നു: ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്, കർത്താവിൽ മാത്രം പ്രശംസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കഥ ഇവിടെ നിർത്തുന്നു. നന്ദി. മോളെ പോരുത്, ഒരു മിനിറ്റ്. നമ്മുടെ ദൈവസഭയുടെ ബിലീവേഴ്സ് ബോർഡിന്റെ സംസ്ഥാന സെക്രട്ടറി ജോസഫ് മറ്റത്തൽ അവർ ഒരു ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്. അച്ഛൻ തന്നെ കൊടുത്താട്ടെ. അച്ഛൻ തന്നെ കൊടുക്കുക. അച്ഛൻ കൊടുക്ക. അച്ഛൻ നമ്മുടെ